Hello guys, so welcome to my YouTube channel. So ഇന്ന് നമ്മൾ എന്താണ് we are going to make a brownie. So yeah, let's go. അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. So brownie അസ്പിക്ക് ഭയങ്കര ഇഷ്ടമാണ്. So ഞാൻ വിചാരിച്ചു I'll bake a brownie for him when he comes home. So അപ്പോൾ let's go and bake it. So എൻ്റെ ബേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് മൈ സിസ്റ്റർ ആദില ഫാൻസ്. താങ്ക്സ് മദർ. പാത്രങ്ങളൊക്കെ എടുക്കാം. മെഷറിംഗ് കപ്സ്. ഇനി ഞാൻ ആദിലേക്ക് ക്യാമറ കൊടുക്കുന്നതായിരിക്കും. സോ നമ്മുടെ 90 seconds വിത്ത് മൈക്രോവേവിൽ ബേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൗണി നമ്മൾ ഉണ്ടാക്കണം. സോ ഇറ്റ്സ് ലൈക്ക് മൈദ, കേർഡ്, നമ്മുടെ മെഷറിംഗ് കപ്സ്, ഡാർക്ക് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ആൻഡ് ബട്ടർ. പിന്നെ ഇതെൻ്റെ ഫോൺ ഫോർ ചെക്കിംഗ് റെസിപ്പി. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യം ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്യണം. അപ്പം അത് നമുക്ക് ആദ്യം ചെയ്യാം. ഗോ. ബട്ടർ എടുക്കാനാണ് പറഞ്ഞത്. ഇത് 1/4 കപ്പാണ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത് ബേക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഗൈസ്. വെരി സിമ്പിൾ. ഹായ് ബട്ടർ നല്ല മെൽറ്റായിട്ട് ചുട്ടോക്കിയല്ല. ഇങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ 1/4 ഉണ്ടാവും നമുക്ക് അറിയൊന്നുമില്ല. നമ്മളൊരു ഊഹം, എല്ലാം ഒരു ഊഹമല്ലേ ഗൈസ്. മതിയാവൂലേ? ഇത്ര ബട്ടർ മതി. കാരണം നമ്മൾ ബൺമസ്ക് ഉണ്ടാക്കിയപ്പോൾ ബട്ടർ കൂടി പോയായിരുന്നു ഗൈസ്. അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും ഉടനെ. ഓക്കെ, ഇങ്ങനെ കൊട്ടിയിടാം. ഐ ഹോപ്പ് ദിസ് ഈസ് ഇനഫ് ഫോർ നമ്മുടെ മെൽറ്റിംഗ് ഓഫ് ദി ബട്ടർ, നോ മെൽറ്റിംഗ് ഓഫ് ദി ചോക്ലേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ചോക്ലേറ്റ് 1/4 കപ്പ് വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതിന് മുന്നേ നമുക്ക് ഈ ബട്ടർ എടുത്ത് വെക്കാം. നമ്മൾ അലങ്കോലാക്കിയിട്ട് നമുക്ക് തന്നെ പാടും. സോ എല്ലാം നീറ്റാക്കി പോണെയാണെങ്കിൽ കുക്കിംഗ് സിമ്പിളായി കാണാം. അല്ലേ അതില എൻ്റെ എല്ലാ തോന്നിവാസത്തിനും കുട്ടിക്കുന്ന ഒരാളാണ് ആദില സി മനോജ്. അതാണ് മൈ സിസ്റ്റർ മിൻസ സി മനോജിന്റെ സിസ്റ്റർ ആദില സി മനോജ്. അതിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് _CM പ്രൈവറ്റ് ആണ്. ആരെയും ആക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ചോക്ലേറ്റ് 1/4 കപ്പ് വേണം. നമുക്ക് എല്ലാവരും ഊഹത്തിന് ചെയ്യാം. അപ്പോ ആദിനെ കുറിച്ചാണ്. സോ ഞാനും ആദ്യം തമ്മിൽ നല്ല ഡിഫറൻസ്. ഞാൻ എല്ലാം ഭയങ്കര പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരാളും. ആദ്യം എൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ആണ് ഭയങ്കര ലൈഫിൽ. പക്ഷെ എന്നെ ഈ പബ്ലിക്കായിട്ട് എല്ലാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെന്നുള്ളത് അതിലാണ്. അതിലെല്ലാം എന്നോട് പബ്ലിക്കായിട്ട് ചെയ്യാൻ പറയും. അതിന് മാത്രം എല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യും. ദാറ്റ് ഈസ് മൈ സിസ്റ്റർ. ഇത്രയൊന്നും വേണ്ടല്ലോ, കുറച്ച് മതി. കുറച്ച് നമുക്ക് കട്ട് ചെയ്ത് മേലാത്ത ചോക്ലേറ്റ് ചിപ്സ് പോലെ ഇടാം അല്ലേ. ഇതെന്തോരം വേണമെന്നാ പറഞ്ഞു. 1/4 കപ്പ്. പൊടിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് വലിയ എസ്തെറ്റിക് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോ അല്ല. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് നല്ലതാണെന്ന് മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. ഓക്കെ, ഡോണ്ട് ജഡ്ജ്. ഈ ചോക്ലേറ്റ് നമുക്ക് കുറച്ചും കൂടി അരിഞ്ഞരിഞ്ഞിടാം, അല്ലെങ്കിൽ മെൽറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് മെൽറ്റ് ആവില്ല. എന്നിട്ട് ഈ ചോക്ലേറ്റ് നമ്മൾ മാറ്റി വെക്കും ലാസ്റ്റ് മേളിൽ ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ കടിക്കാൻ കിട്ടാൻ. ഓക്കെ, ബാക്കി നമുക്ക് എടുത്ത് വെക്കാം. സോറി. ആശ മനോജ് വളരെ നാണക്കാരിയാണ്. പോലെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ആരെന്നറിയും? മൈ ഫാദർ. വാപ്പിച്ചിയുടെ കോൺഫിഡൻസ് കിട്ടിട്ട് പാവാള് ഭയങ്കര ഇൻട്രോട്ടാണ്. ഫണ്ണാണ്. കാരണം അല്ലെങ്കിൽ മെൽറ്റ് ആവില്ല ചോക്ലേറ്റ്. ഇങ്ങനെ
വേഗം അവനിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഗൈസ്, എനിക്ക് ഇഷ്ടമല്ല ബ്രൗണി. ഐ ഹേറ്റ് ബ്രൗണി. ഞാനിത് ഉണ്ടാക്കണത് ഓൺലി ഫോർ മൈ ഹസ്ബൻഡ് ആൻഡ് ആദിക്ക് ഇഷ്ടമാണ്. സോ അപ്പോൾ അവർക്ക് ചോക്ലേറ്റ് ഫാൻസ് ആയതുകൊണ്ട് ഉണ്ടാക്കണേ. ഞാൻ എൻ്റെ ടൈം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്കൊരു കണ്ടന്റ് പോയി ഇങ്ങനെ ഇരിക്കുന്നു. ഇത്ര മതിയോ? വേഗം മെൽറ്റ് ആവുമായിരിക്കും. എനിക്ക് ഇഷ്ടമല്ല ബ്രൗണി, ആപ്പിച്ചിക്ക് ഇഷ്ടമല്ല. ആപ്പിച്ചിക്ക് ഇപ്പൊ കൊണ്ടുപോയി ഞാൻ പോയി പറയണ ആപ്പിച്ചി ഞാൻ ബ്രൗണി ഉണ്ടാക്കണെന്ന് പറഞ്ഞ ആപ്പിച്ചി എക്സ്പ്രഷൻ ഇടും. ആച്ചിക്ക് എന്നെ പോലെ വൈറ്റ് ചോക്ലേറ്റ് സാധനങ്ങള്, വാനില, ബട്ടർ സ്കോച്ച് അങ്ങനത്തെ ഇഷ്ടം. അത് തന്നെയാണ് എനിക്കും കിട്ടിയത്. നമുക്കിത് വെച്ചിട്ടിട്ട് മെൽറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓവനിൽ ഒരു 30 seconds വെച്ച് നോക്കാം മെൽറ്റ് ആവില്ലേ. കൈ കഴിക്കണം. കുറച്ചുകൂടെ വെക്കാം. ബട്ടർ മെൽറ്റ് ആയി ഒരു 20 seconds കൂടെ വെച്ച് നോക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എല്ലാം ട്രൈ ചെയ്ത് മെത്തായിട്ട് തോന്നിപ്പൊന്ന് സ്പൂൺ വെച്ച് ഇതാക്കി നോക്കാം. ചെറുപ്പായിട്ടുണ്ടാവും. യെസ്, മെൽറ്റായി ഗൈസ്, മെൽറ്റായിരിക്കുന്നു. ഇതെല്ലാം റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് മെൽറ്റ് ആയത്. റൂം ടെമ്പറേച്ചറിലല്ലായിരുന്നെങ്കിൽ ഇത്രയും പെട്ടെന്ന് മെൽറ്റ് ആവും. ബട്ടറൊക്കെ റൂം ടെമ്പറേച്ചർ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദാറ്റ്. നമ്മുടെ ചോക്ലേറ്റ് സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വലിയ ബൗൾ എടുക്കണം എന്ന് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത്. മിക്സ് ചെയ്യണം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാത്തിലോട്ടും. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ തികയില്ല. ഞാനിത് എടുത്തതെന്താന്ന് പറഞ്ഞത് ഓവനിൽ വെക്കാനുള്ളതുകൊണ്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക് പാത്രം എടുക്കാം ഞാൻ. സോ വിൽ ടേക്ക് എ ബൗൾ. ഷുഗർ, കേർഡ്, മൈദ, ബേക്കിംഗ് പൗഡറും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യണം. ആദ്യം നമുക്ക് കൊക്കോ പൗഡർ ഇടാം. ഇതാണ് കൊക്കോ പൗഡർ. കൊക്കോ പൗഡർ 2 tablespoon ആക്കാം അല്ലേ. വയലറ്റ് 2 tablespoon ആണ്. This is 1 tablespoon. അപ്പോൾ നമുക്ക് 2 tablespoon. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ മേളത്തെ ഭാഗം കൂട്ടൂലല്ലോ. മേളത്തെ നമ്മൾ കൂട്ടൂലാന്നാ ഇതിങ്ങനെ അത് കുഴപ്പമില്ല. കൂടുതലാ. ഇച്ചിരിയൊക്കെ അങ്ങനെയൊക്കെ വന്നാലൊന്നും പ്രശ്നമൊന്നുമില്ല ഗൈസ്. ഇതാണ് ഞാൻ കോമ്പറ്റീഷനൊന്നും കൂടെയല്ലോ. ഇനി 1 tablespoon ഷുഗർ. ഷുഗർ അവര് മറ്റേ ഗ്രാനുലേറ്റഡ് ഷുഗർ ആണ് ഇടാൻ പറഞ്ഞത്. നമ്മുടെ ഇല്ല അല്ലേ? ഇല്ലല്ലോ, അത് വേണ്ട. അപ്പൊ നമ്മൾ ഈ ഷുഗർ അതിപ്പോ കറക്റ്റ് ആണോ? അതിലാ ഇങ്ങനെയാ വേണ്ടത്. കൊക്കോ പൗഡർ കൂടുതലാ അല്ല കഴിക്കട്ടത്. ഇല്ല, ഇത് അത്ര സാധ്യതല്ല. കുഴപ്പമില്ലാത്ത കൊക്കോ പൗഡർ. അപ്പൊ കുഴപ്പമില്ല. എന്നെ ഉമ്മച്ചി അവിടെ ക്ലീനിങ് അല്ല ഇപ്പൊ ആരും കണ്ടില്ല കേട്ടോ. കുറച്ച് മിക്സി ഓവന്റെ മുകളിൽ ഉണ്ടായിരുന്നു. അതിനാണ് എന്റെ ഉമ്മച്ചി ഇങ്ങനെ കാണിച്ചത്. ഓക്കെ, ഷുഗർ കഴിഞ്ഞാൽ ഇനി കേടും നമുക്ക് ഞാൻ ഈ കേട് പൊട്ടിക്കണേ പൊട്ടിച്ചു കേട്ടില്ല. കേട് നമുക്ക് 1/4 കപ്പ്.
കോരി ഇത്ര മതിയാവും. ഈ ഇഷ്ടമല്ല കോരി, കുറച്ചും കൂടി ഇടാം. ഒരു ഭാഗം മിസ്സിങ് ഉണ്ടായിരുന്നു, അപ്പം അതിന് വേണ്ടി കേടും ഇട്ടു. ഓക്കെ, ഇനി 1/4 കപ്പ് മൈദ. മൈദ മൈദ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈദ, എലീറ്റിൻ്റെ മൈദ. അത് ഞാൻ പിടിച്ച് കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. കഴിഞ്ഞ കഴിച്ചതെല്ലാം മിക്സ് ചെയ്ത് ഓല് വെച്ച പരിപാടി കഴിഞ്ഞു. ടേസ്റ്റ് എന്താണെന്നൊന്നും അറിയില്ല. 1 ടീസ്പൂൺ ആണ്. 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇത് ഹാഫ് ടീസ്പൂൺ. Here comes my father. അല്ല, ഞാൻ പറഞ്ഞ കോൺഫിഡന്റ് ആയ എന്റെ ഫാദർ. എന്തൊരു കോൺഫിഡൻസ്. ഹായ് ഗൈസ്. 1 ടീസ്പൂൺ. കേട്ടോ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇസ് ഡൺ. വിളിച്ചിരിക്കണം ഉമ്മച്ചി. ഇനി നമുക്ക് ഇതും കൂടെ ആയിട്ട് മിക്സ് ചെയ്യണം. ഇത് കട്ട പിടിച്ചാല്ല. ബ്രൗണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അച്ഛൻ എക്സ്പ്രഷൻ എടുക്കാതെ ബ്രൗണിയാണ് എടുക്കുന്നത്. ഇതല്ല ഞാൻ പറഞ്ഞ എക്സ്പ്രഷൻ. അച്ഛൻ എക്സ്പ്രഷൻ മറ്റേതാണ് ഞാൻ പറഞ്ഞത്. ബ്രൗണി ഇഷ്ടല്ല. മിക്സ് ചെയ്യാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ, ഡ്രൈ ആൻഡ് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്താവും. ഈ ഒരു കൺസിസ്റ്റൻസി ഗൈസ് വേണ്ട. അതിന് നമുക്ക് നമ്മുടെ ബട്ടർ പേപ്പറിലോട്ട് സാധനം ഇടാം. ഓക്കെ, നമ്മൾ ഈ ക്ലീനിങ് ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ ശരിയാവൂല. അതിപ്പോൾ നടക്കാൻ പോകുന്നു. അയ്യോ, ഞാൻ അവരുടെ തന്നെ ഒരു റെസിപ്പി കണ്ട കുറച്ച് വാനില എസൻസ് ഇട്ടാൽ നല്ലതായിരുന്നു. അവരുണ്ടാക്കി നോക്കിയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞത്. ദേ ട്രൈഡ് ഇറ്റ്. നമുക്കിത് ഈവൻ ആക്കി ഈവനായി. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് കട്ട് ചെയ്തിടാം. ഓക്കെ, നമുക്കിനി മുകളിൽ വിതറാം. വിതറാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് റെസിപ്പി നന്നായി ടേസ്റ്റ് കണ്ടാ അല്ലേ? ദിസ് ഈസ് അവർ ബ്രൗണി. ഇനി നമുക്കിതൊരു 90 സെക്കൻഡ്സ് മൈക്രോവേവിൽ ജസ്റ്റ് വെച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. 90 സെക്കൻഡ്സ് പ്രീ ഹീറ്റ് ഞാൻ വേണ്ട. 61 minutes 30 seconds.
ഓക്കെ ബൈ. How it looks. It looks good. It's totally. അല്ലേ? കഴിക്കുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ പിടിക്കണം. ഇറ്റ് ലുക്സ് ഓക്കെ. കുഴപ്പമൊന്നുമില്ല, സത്യം പറഞ്ഞ വലിയ സീനൊന്നുമില്ല. ഉണങ്ങിയിട്ടാ കഴിക്കണ്ട്. എന്ത് എന്തുണങ്ങണം? ഐ മീൻ ഇത് ചൂടാറിയിട്ടല്ലേ കഴിക്കാം. സ്പൂൺ എടുത്ത് നമുക്ക് കഴിച്ചു നോക്കാം. ഫസ്റ്റ് ടേസ്റ്റ് ടെസ്റ്റർ ഇസ് ആദില സിമനോജ്. ഷീ ഈസ് ഗോയിങ് ടു ബി ദി ടേസ്റ്റ് ടെസ്റ്റർ. ഷിയാണ് ഭയങ്കര ബ്രൗണിയുടെ ആള്. അത് നിൽക്ക് അതെടുക്കുമ്പോഴുള്ള സീൻ എടുക്കട്ടെ. നിൽക്കാം. കൺസിസ്റ്റൻസി ഉണ്ട്. പയ്യെ ചൂടുണ്ട് കേട്ടോ, പാവുള്ളരുത് അല്ലേ? ഇതായിട്ടുണ്ട്, ബേക്ക് ആയിട്ടുണ്ട്. And it's very soft. Nice. ആണോ? ശരിക്കും ചൂട് മധുരം കുറവാണോ? മധുരം പക്ഷെ ചോക്ലേറ്റ് നല്ല ഇഷ്ടമുള്ളവർക്ക് അടിപൊളി സാധനം. Oh, it's nice. ചുമ്മാ പറയണല്ലോ ഗൈസ്, ഇറ്റ്സ് നൈസ്. നല്ല ക്രീമി. Yes, it's a success guys. Success. ചോക്ലേറ്റ് ഞാൻ പറയട്ടെ, മധുരം നമുക്ക് ഷുഗർ മറ്റേ ക്രിസ്റ്റൽസ് ഇട്ടോണ്ട് ഷുഗറുടെ അത്ര കടിക്കാനാ കിട്ടണ. പക്ഷെ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ക്രീമി നൈസ് അടിപൊളി ബ്രൗണി റെസിപ്പിയാണ് ഗൈസ്. ഇറ്റ്സ് വെരി സിമ്പിൾ. രാത്രിയൊക്കെ നമുക്ക് ബ്രൗണി ക്രേവ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പറ്റിയ സാധനം. കുറെ നേരം എടുക്കൂല. ജസ്റ്റ് 90 seconds. സാധനങ്ങളുണ്ടെങ്കിൽ സിമ്പിൾ. ഓക്കെ, ഇറ്റ്സ് എ സക്സസ്. എസ്പിക്ക് കൊടുക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇടാം, അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യാം. ഞാൻ ഉമിച്ചിരി റിയാക്ഷൻ വേണ്ടേ? കമോൺ ഗായ്സ്. അവരെ ഞാൻ വലിയ റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല ബിക്കോസ് ദേ ആർ നോട്ട് എ ബ്രൗണി ലവേഴ്സ്. ബട്ട് ലെറ്റ്സ് സീ. അയ്യോ ഉമ്മച്ചി പൊക്കോ ബൈ. നല്ലതാ അല്ലേ? നല്ല ക്രീമി അല്ലേ? ചോക്ലേറ്റ് ചിക്കി ചോക്ലേറ്റ് ഇഷ്ടമല്ല, കയ്പൊന്നുമില്ല. അതമ്മ ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ കുറച്ചുകൂടി മധുരം ഇടണം. അത് ഐസ്ക്രീമിനോട് കഴിച്ച അടിപൊളി സാധനം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് കഴിച്ചു തന്നെ എനിക്ക് ഉണ്ടാക്കാൻ. ആമാ അസ്റ്റിക്കും വെക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, ഇനി ആർക്കും ഇല്ല. ഐസ്ക്രീം ഇതിലിട്ടിട്ട് ഉമ്മ എടുത്ത് അത്രയൊന്നും വേണ്ട എനിക്ക്. വേറെ ദിവസം മര്യാദക്ക് ഉണ്ടാക്കി തരാം. ഇതിപ്പോ എന്നെ സ്പീക്ക് കൊടുക്കണം. ഇപ്പോഴേ തന്നെ ഇത് പകുതിയായി. എനിക്കൊരു സ്പൂൺ കൂടി വേണം. ആർച്ച ഐസ്ക്രീമും കൊട്ടി കഴിക്കുക. പിന്നെന്താ ബിസ്കഫിന്റെ ഒരു സ്പ്രെഡും ചൂടോടെ കഴിച്ചാ അത് ചൂടായി കൊടുത്താ പോരെ. സ്പ്രെഡ് ഐസ്ക്രീം ഞാനും ഉണ്ടാക്കും. എന്നിട്ട് ഒരു ഫുൾ ഞാൻ കഴിച്ച് എക്സ്പ്രഷൻ ഇടണേ. അല്ലെങ്കിൽ ഒരുമിച്ച് ഇച്ചിരി എടുത്ത് മിക്സ് ചെയ്ത് കഴിക്കുക. എന്നിട്ട് നോക്ക്. കല്ലാണ്ടും Success guys, it's a success. Okay, bye bye and
ഉണ്ടാക്കിയേക്കണേ? That's fake. അല്ല. ആ? Okay. എന്തത്? കേക്കല്ല, ബ്രൗണി. ചൂടുണ്ട് കുറച്ച്. അതാണോ? Did you like it? ഇഷ്ടായോ? ഓക്കേ. Done, guys. So done. It was a success. Bye.